Hi, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൈനീസ് നൂഡിൽ ഡിഷാണ്. സിച്ചുവാൻ ചിക്കൻ നൂഡിൽസ്. ചൈനീസ് ഫുഡ് ഇഷ്ടമാണെങ്കിൽ ഈ റെസിപ്പി ട്രൈ ചെയ്യണം. ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫയറി സിച്ചുവാൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ വേണം. 400 to 500 grams ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്, ബോൺലെസ്. അത് കട്ട് ചെയ്ത് തിൻ സ്ട്രിപ്സ് അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ്, 2 ടീസ്പൂൺ മീറ്റ് ടെൻഡറൈസർ ലിക്വിഡ്, പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്യണം. മീറ്റ് ടെൻഡറൈസർ ലിക്വിഡ് ഫോമിൽ കിട്ടുന്നതാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ സ്പൈസ് സെക്ഷനിൽ ഇത് കിട്ടുന്നതാണ്. ഇനി ഒറിജിനൽ സിച്ചുവാൻ ക്വിസീനിൽ അവർ റൈസ് വൈൻ ആണ് ഉപയോഗിക്കുന്നത്, മീറ്റ് ടെൻഡറൈസറായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അതിന് പകരം പപ്പായ ബേസ്ഡ് ലിക്വിഡ് മീറ്റ് ടെൻഡറൈസർ ഉപയോഗിക്കാം. അപ്പോൾ ഈ ലൈറ്റ് സോയ സോസ്, കോൺഫ്ലവറും മീറ്റ് ടെൻഡറൈസറും ഇട്ടിട്ട് കുറച്ച് നേരം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. ഇതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്താൽ മതി. ആ സമയത്ത് നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യാം, പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കാം. നൂഡിൽസിന് വേണ്ടി ആവശ്യമുള്ള വെജിറ്റബിൾസ് ആദ്യം റെഡിയാക്കാം. നമുക്ക് ഒരു സവാള വേണം, സ്ലൈസ് ചെയ്തത്. വൈറ്റ് ഓണിയൻ അല്ലെങ്കിൽ യെല്ലോ ഓണിയൻ ആണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സവാള സ്ലൈസ് ചെയ്തത് മതി. പിന്നെ ക്യാരറ്റ്സ് ജൂലിയൻ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തത് വേണം. ഒരു 2 കപ്പോളം വരുന്ന ക്യാരറ്റ് വേണം. ആദ്യം നമുക്ക് പീൽ ചെയ്തിട്ട് ഇതുപോലെ ജൂലിയൻ കട്ട് ചെയ്യണ പീലർ, ചില പീലേഴ്സ് ഉണ്ട് ഇതുപോലത്തെ കേളി പീലർ, അല്ലെങ്കിൽ സ്ട്രിപ്പായിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് ജൂലിയൻ സ്ലൈസ് ചെയ്താൽ മതി. ഈ നൂഡിൽസിന് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം അതിൻ്റെ ഷേപ്പാണ്. ഇതുപോലെ നീളത്തിലുള്ള ജൂലിയൻ കട്ട് തന്നെ വേണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ക്യാബേജ് അല്ലെങ്കിൽ ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി, അതും നീണ്ട ഷ്രെഡ്സ് ഇതുപോലെ. നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഏകദേശം സെയിം അളവിലാണ് എടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു ഗ്രീൻ ക്യാപ്സിക്കം. ഒരു ഗ്രീൻ ക്യാപ്സിക്കത്തിൻ്റെ പകുതി മതിയാവും വലുതാണെങ്കിൽ. അതും ഉള്ളിലത്തെ കുരുക്കളും കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ വൈറ്റ് ഫ്ലഷൊക്കെ കളഞ്ഞ് നമുക്ക് തിൻ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്യണം ഇതുപോലെ. അത് മാറ്റി വെക്കാം. ഇനി ഈ നൂഡിൽസിന് ഒരു സ്പെഷ്യൽ ചില്ലി ഓയിൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചില്ലി ഓയിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ കാശ്മീരി പിരിയമുളക്. ഇതുപോലത്തെ പിരിയമുളക് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചില്ലി ഓയിൽ പല ഡിഷസിന് യൂസ് ചെയ്യാൻ പറ്റും. സിച്ചുവാൻ സ്റ്റൈൽ ചൈനീസ് ഡിഷസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് പീനട്ട് ഓയിൽ അല്ലെങ്കിൽ സോയാബീൻ ഓയിൽ. ഇതാണ് ഏറ്റവും നല്ല ഓപ്ഷൻസ്. അതില്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ 10 പിരിയമുളക്, കാശ്മീരി ഡ്രൈ റെഡ് ചില്ലീസ്. ആ എരിവുള്ള മുളകല്ല നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു വലിയ നുള്ളു ഉപ്പ്, 3 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഒന്ന് ക്രഷ് ചെയ്തത്, പിന്നെ 1 ടീസ്പൂൺ സിച്ചുവാൻ പെപ്പർ കോൺസ്. ഇത് അവൈലബിൾ ആണെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഒത്തൻറ്റിക് സിച്ചുവാൻ ഡിഷസിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു പ്രത്യേകതരം മരവിപ്പിക്കുന്ന എരിവാണ് ഇതിനുള്ളത്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പിരിയമുളക് തന്നെ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ സ്പെഷ്യൽ ചില്ലി ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയമുളക് വെച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി 10 പിരിയമുളക് കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. അത് നല്ലോണം സോക്ക് ചെയ്യണം 1 മണിക്കൂർ. അതിനുശേഷം നമുക്കിത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ സിച്ചുവാൻ പെപ്പർകോൺസ് ആഡ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കാം. സോക്ക് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ആ മുളക് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റുമ്പോൾ അതിന് തന്നെ നല്ല മോയ്സ്ചർ ഉണ്ടാവും. ആ ഒരു നനവിൽ തന്നെ ഗ്രൈൻഡ് ആയിക്കോളും. ഇതുപോലൊരു പേസ്റ്റായി കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന അളവിൽ പീനട്ട് ഓയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഏതെന്ന് വെച്ചാൽ ഒരു വോക്കിലേക്ക് ഒഴിച്ച് അല്ലെങ്കിൽ ചൈനീസ് ചീനച്ചട്ടി ഇതിലേക്ക് ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ പേസ്റ്റ് മുഴുവൻ ഇട്ടിട്ട് വേഗം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലിഡ് അടുത്ത് വെക്കണം.
ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പറഞ്ഞിരിക്കുന്ന അളവിൽ ചേർത്ത് കൊടുക്കാം, ഉപ്പും തെളിച്ച് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് തീരെ കളർ മാറരുത്, നല്ലൊരു ബ്രൈറ്റ് കളറും നല്ല മൂത്ത മണം വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കിത് തീന്ന് ഇറക്കി വെച്ച് ഒരു രാത്രി ഈ ഓയിൽ ഇതുപോലെ വെക്കണം. എന്നിട്ട് അടുത്ത ദിവസം അത് സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ നല്ല ഓയിൽ കിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ. അതാണ് നമ്മുടെ സ്പെഷ്യൽ ചില്ലി ഓയിൽ. അപ്പോൾ ചില്ലി ഓയിൽ തലേന്ന് റെഡിയായി. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന ദിവസം നമുക്ക് സ്പെഷ്യൽ സ്റ്റോക്ക് കുറച്ച് ഉണ്ടാക്കി വെക്കണം. ഇതിന് വേണ്ടി 1/2 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ലിക്വിഡ്, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് 1/2 ക്യൂബ് ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ ക്യൂബിൽ 1/2 കപ്പ് വാം വാട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് ഇളക്കി വെക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ് ഒഴിക്കണം. പിന്നെ 2 ടേബിൾ സ്പൂൺ നമ്മൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചില്ലി ഓയിൽ ഒഴിക്കാം. ഈ നമ്മളുണ്ടാക്കിയ ചില്ലി ഓയിൽ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സിച്ചുവാൻ ചില്ലി ഓയിൽ കിട്ടുകയാണെങ്കിൽ അതും യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പഞ്ചസാര 1 ടീസ്പൂൺ. സെസമി ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഏഷ്യൻ സെസമി ഓയിൽ അല്ലെങ്കിൽ ചൈനീസ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സെസമി ഓയിൽ യൂസ് ചെയ്യാൻ നോക്കാം. അതിനൊരു ഡിഫറെൻറ്റ് ഫ്ലേവറാണ് നമ്മുടെ ഇന്ത്യൻ സെസമി ഓയിലിനേക്കാളും. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യണം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. പിന്നെയും നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് ബാക്കിയുണ്ട്. നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഇലകൾ വേണം, ചോപ്പ് ചെയ്തത്. ഇത് അത്യാവശ്യം നമ്മുടെ ഇഷ്ടമനുസരിച്ചിട്ട് ആഡ് ചെയ്യാനാണ്, ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടി. പിന്നെ 8-10 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി ഒന്ന് ഇതുപോലെ ചതച്ചത് വേണം. ഞാൻ കത്തിയുടെ സൈഡ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് ചതച്ച് വെക്കുന്നത്. ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതും മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നൂഡിൽസാണ്. എഗ് നൂഡിൽസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് വീറ്റ് നൂഡിൽസ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂഡിൽസ് യൂസ് ചെയ്യാം. ചൈനീസ് കുക്കിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ടൈപ്പ് നല്ല നൂഡിൽസ് യൂസ് ചെയ്താൽ മതി. ഒരു 400 ഗ്രാംസ് നൂഡിൽസ് യൂസ് ചെയ്യാം. ഞാനിവിടെ 2 ടൈപ്പിലുള്ള നൂഡിൽസ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. ഒരു 3 മിനിറ്റ്സ് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കുക്ക് ചെയ്താൽ മതിയാവും മിക്ക നൂഡിൽസും. പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. നൂഡിൽസ് ഓവർ കുക്ക്ഡ് ആവരുത്. കൂടുതൽ കുക്ക്ഡായി പോയാൽ നമ്മൾ പിന്നെ അത് ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൂഡിൽസ് കറക്റ്റായിട്ട് ആവശ്യത്തിന് കുക്കായതിനു ശേഷം നമുക്ക് വേഗം ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി ഡ്രെയിൻ ചെയ്ത് വെക്കണം. ചൂട് കൂടി പോയി അല്ലെങ്കിൽ ഇത്തിരി വേവ് കൂടി പോയി എന്ന് തോന്നിയാൽ നമുക്ക് ഇത്തിരി തണുത്ത വെള്ളം വെച്ചിട്ട് പെട്ടെന്നൊന്ന് റിൻസ് ചെയ്താൽ മതി. ഈ കോളൻഡറിൽ തന്നെ വെച്ചിട്ട് ഡ്രെയിൻ ചെയ്ത് വെക്കാം. പിന്നെ കുറച്ച് ഓയിൽ ഇതിൽ ഒഴിച്ച് ഒന്നും ഇളക്കി വെക്കണം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല. ഒരു ട്രേയിൽ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി പരത്തി വെക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ സിച്ചുവാൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കാൻ. ഇതിന് ഏറ്റവും ആവശ്യമുള്ളത് ഒരു നല്ല ചൈനീസ് കടായിയാണ്. ഇതുപോലത്തെ ചൈനീസ് വോക്ക്, കാർബൺ സ്റ്റീലിൻ്റെ വോക്ക് കിട്ടുന്നതാണ് ഏറ്റവും നല്ല ഫ്രൈഡ് റൈസും ഫ്രൈഡ് നൂഡിൽസും കിട്ടുന്നത്. ഇതില്ലെങ്കിൽ സാധാരണ ഒരു വോക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒരു പുക വരുന്ന സ്മെല്ല് കിട്ടും നമ്മുടെ ടിപ്പിക്കൽ ചൈനീസ് ഫ്രൈഡ് റൈസും നൂഡിൽസും. അതിന് വേണമെങ്കിൽ ഇതുപോലത്തെ ഒരു കടായി വേണ്ടതാണ്. ഇപ്പോൾ ഈ ചൈനീസ് കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിലും ഒഴിച്ചതിന് ശേഷം എന്നിട്ടാണ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത്. അല്ലാണ്ട് വളരെ ചൂടായി പുകഞ്ഞ വോക്കിലേക്കല്ല നമ്മൾ തണുത്ത എണ്ണ ഒഴിക്കുന്നത്. ഒരുമിച്ച് രണ്ടും കൂടി ചൂടാവണം. അതും ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് പതുക്കനെ ചൂടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് തീ കൂട്ടി വയ്ക്കാം, ചിക്കൻ ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് പെട്ടെന്ന് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കണം. താഴത്തെ വീഡിയോയിൽ ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്താണ് ആദ്യം ചേർക്കുന്നത്. മുകളിലത്തെ വീഡിയോയിൽ ആദ്യം ആ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് അതൊന്ന് നല്ല മണം വരുമ്പോഴാണ് ചിക്കൻ ചേർക്കുന്നത്. ഇത് ഏത് രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ആദ്യം ചേർക്കണമെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ബ്രൗൺ ആവാണ്ട് സൂക്ഷിക്കണം. ഇതൊരു ഗോൾഡൻ കളറായി കിട്ടണം. ആ സൈഡ്സൊക്കെ വലിയ പീസ് ചിക്കൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളാവുന്നതാണ് എപ്പോഴും നല്ലത്. ചിക്കൻ നന്നായിട്ട് വേവണം, സൈഡ്സ് ഒന്ന് ഗോൾഡൻ ആവണം. ഇത് ഒരുപാട് നേരം എടുക്കില്ല, ഒരു 2 മിനിറ്റിൽ ഇങ്ങനെ ഒന്ന് ഗോൾഡൻ ആയി കിട്ടുന്നതാണ്
ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് വേഗം കുക്കാവും. ഇത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചില്ലി ഓയിൽ ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ നടുക്ക് കുറച്ച് സ്ഥലം മാറ്റിയിട്ടാണ് ചില്ലി ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇപ്പോഴാണ് ആഡ് ചെയ്യണത്. മുകളിലത്തെ വീഡിയോയിൽ അത് ആദ്യമാണ് ആഡ് ചെയ്തിരുന്നത്. ഇതിനി നന്നായിട്ട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചൈനീസ് ചീനച്ചട്ടി, ഈ ചൈനീസ് കടായി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഗാർലിക് ഒന്ന് ചതച്ച് വെക്കുന്നത്. വളരെ ഫൈനലി ചോപ്ഡ് ആണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് ബ്രൗൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മുഴുവൻ മാറിപ്പോകും. ഇനി അവസാനം നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്, ഗാർലിക്കൊക്കെ ഒന്ന് നല്ല മണം വന്നിട്ടുണ്ട്. അപ്പോഴാണ് കുരുമുളക് ആഡ് ചെയ്തത്. ഇനി ഇത് കടായിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കാം. കടായി ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വീണ്ടും നമ്മൾ കടായി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പെഷ്യൽ ചില്ലി ഓയിൽ ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള, ക്യാരറ്റും ക്യാബേജും കൂടി പെട്ടെന്ന് ആഡ് ചെയ്ത് ഒന്ന് സ്റ്റർ ഫ്രൈ ചെയ്യാൻ പോകണം. ഈ സവാള സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ ക്യാരറ്റ് ആഡ് ചെയ്യാം, അതും ഒരു 10 സെക്കൻഡ്. അതിനുശേഷം നമ്മുടെ ക്യാബേജ്. ഇതൊന്നും കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്, പെട്ടെന്നൊന്ന് ഇളക്കിയാൽ മതി ആ ഹീറ്റിൽ തന്നെ. കാരണം ഇത് ഇനിയും നൂഡിൽസിൽ കിടന്ന് കുക്ക് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ ഒരു ചെറിയ ടെക്സ്ചർ ബാക്കി നിൽക്കണം. ഇതുപോലെ നന്നായി ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. ഉപ്പ് പാകത്തിന് ഇപ്പോൾ കുറച്ചിട്ട് കൊടുക്കാം, കൂടി പോകണ്ട. നമ്മൾ ഇനി ഒഴിക്കാൻ പോകുന്ന സ്റ്റോക്കിലും ഉപ്പുണ്ട്. ഇനി നമ്മൾ ഈ സ്റ്റർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും നമ്മൾ ചിക്കൻ മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മാറ്റി വയ്ക്കാം. വീണ്ടും നമ്മുടെ ചൈനീസ് കടായി അടുപ്പത്ത് വെച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ നമ്മുടെ സ്പെഷ്യൽ ചില്ലി ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല എരിവാണെങ്കിൽ കൂടുതൽ ചേർക്കാം, പക്ഷെ പെട്ടെന്ന് അതിൻ്റെ കളറൊന്നും മാറാൻ പാടുള്ളൂ. ഇത് തീരെ ഡാർക്കായി പോകരുത്. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, വേണമെങ്കിൽ ചേർത്ത് നോക്കിക്കോളൂ, നല്ലൊരു ഫ്ലേവർ കിട്ടും. കുറച്ച് കറിവേപ്പില, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചൈനീസ് ഡിഷിൽ കറിവേപ്പിലയോ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹോങ്കോങ് സ്റ്റൈൽ നൂഡിൽസിലൊക്കെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഒന്നും കൂടി നന്നാവും, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കറിവേപ്പില ഒന്ന് കളർ മാറി വന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി സ്പ്രെഡ് ചെയ്ത് വെച്ചിരുന്ന നൂഡിൽസ് ഇപ്പോൾ ആഡ് ചെയ്യാം. നൂഡിൽസിൽ കുറച്ച് എണ്ണ ഇട്ടിരുന്ന കാരണം അത് ഒട്ടിപ്പിടിച്ചിട്ടില്ല. എന്നാലും നമ്മൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് സ്പ്രെഡ് ആക്കണം നമ്മുടെ കടായിക്കകത്ത്. അപ്പോൾ നൂഡിൽസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പെഗറ്റിക്ക് ഉപയോഗിക്കുന്ന വലിയ ഈ ഫോർക്ക് പോലത്തെ തവി യൂസ് ചെയ്യുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം, ഒന്ന് ടോസ് ചെയ്ത് കിട്ടണം. നമുക്ക് ഈ സമയത്ത് നമ്മുടെ ചില്ലി ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, എണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ആ നല്ല ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ട്. അപ്പോൾ നൂഡിൽസൊക്കെ നന്നായി സെപ്പറേറ്റ് ആയി, അതൊന്ന് നല്ല സ്പ്രെഡായി ടോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം അതും ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ആഡ് ചെയ്യാം. അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പകുതി ഭാഗം ആദ്യം ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്ന് നോക്കണം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ബാക്കി ഒഴിക്കാം. മിക്കപ്പോഴും ഞാൻ ഈ സ്റ്റോക്ക് മുഴുവൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ നിങ്ങളുടെ പാകത്തിന് ഒഴിക്കണം. അതുപോലെ നനവ് കൂടുതൽ ആവണമെന്ന് തോന്നുകയാണെങ്കിൽ മുഴുവൻ ഉപയോഗിക്കണ്ട. നൂഡിൽസ് ഒരുപാട് നനവ് ഉണ്ടാവരുത്. എന്നാലും ഈ കടായിയുടെ ഹീറ്റിൽ കിടന്ന് അത് വറ്റി പോകുന്നതാണ്. ഇവിടെ ഞാൻ കുറച്ച് ചില്ലി ഓയിൽ ഇപ്പോഴും ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഓയിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസും ബാക്കിയുള്ള ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ട്
നമുക്കിത് നന്നായി മിക്സ് ചെയ്യണം. ക്യാബേജും ക്യാരറ്റും ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം അത് ഒരുപാട് വാടി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ കുറച്ച് നേരത്തെ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്കൊന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സിച്ച്വാൻ സ്റ്റൈൽ ചൈനീസ് ചിക്കൻ നൂഡിൽസ് റെഡിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ് ഇതിന്. ഏറ്റവും അവസാനം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഇത് നല്ല ചൂടുള്ളപ്പോൾ തന്നെ സെർവ് ചെയ്യണം. ചൈനീസ് ഡിഷസ് ഇഷ്ടമുള്ളവർ ആണെങ്കിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കണം. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.